വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്കൊരു ഗസ്റ്റ് ആയിട്ട് ഒരിക്കലും തോന്നുന്നില്ല. വിഷ്ണു ചേട്ടനായാലും രാജേട്ടനായാലും ബാബുക്കായാലും തിരിച്ചേട്ടനായാലും എല്ലാവരും തിരിച്ചേട്ടനായാലും പിന്നെ അത് സ്ക്രീനിലെ തന്നത് സംഭവമാണ്. വളരെയധികം സന്തോഷം. വൻ സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടങ്ങൾ കാണാൻ ശ്രമിക്കുക മാക്സിമം. അതിൻ്റെ ഒരു സുഖം അതാണല്ലോ. പിന്നെയുണ്ടോ അത് അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. Yes, please honor the vice chancellor with the ceremonial shots. Years afterwards, yes, it's a long time, right? Yes, please, Policy Ji, please receive the ceremonial shawl and the state award. Wow. All right. സിനിമയെ സ്നേഹിക്കുന്ന നിർമ്മാതാവാണ് ഞാനെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് ഈ പ്രൊഡക്ഷൻ. പിന്നെ മാർത്താണ്ഡ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് MBBS പഠിച്ച് പാസ്സായി വന്നിട്ടാണ് ഞാൻ അത് റോഡ് ചെയ്തത്. ഒരു സർജനായിരുന്നു. കുഴപ്പമില്ലാതെ സർജറി നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഹരിശ്ലേഷം അശോകന്റെ അടുത്ത് മകന് നേടി വെച്ച സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അതൊരു ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷം. ഈ പടം മഹാവിജയമാകട്ടെ എന്ന് ഞാനും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ തരട്ടെ. ആദ്യമായി പരിചയപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർ മാർത്താണ്ഡനാണ്. അൻവർ ഒരു ദിവസം ഒരു ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരാളെ പരിചയപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോട്ടാ മുംബൈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ അന്ന് മാർത്തോ ഒരു കുറേ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതും ചാർട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് എനിക്ക് ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അസോസിയേറ്റ് ഡയറക്ടറിന്റെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള അറിയാത്ത ഒരു കാലം. അപ്പോൾ ഞാൻ അൻവറോട് ചോദിച്ചാൽ അൻവറെ എന്താണ് ഹൂ ഇസ് ദിസ് ഗൈ? ഈ മാർത്തോ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. ദാറ്റ് ഈസ് മാർത്താണ്ഡൻ. അപ്പോൾ അതിൽ ഇറങ്ങാതെ പോയൊരു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതെ പോയൊരു പാട്ടുണ്ടായിരുന്നു, പൂനില മഴ നനയും. അത് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അൻവറിനോടത്ത് എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നത് മാർത്താണ്ഡനാണ്. അപ്പോൾ എൻ്റെ ഒരു അൺഒഫീഷ്യൽ PR ആയിട്ട് അന്ന് മുതലേ ഉള്ളൊരു കക്ഷിയാണ്. പ്രവർത്തിക്കെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സിനിമയിൽ ഒരുമിക്കാൻ പറ്റിയത്. എന്താണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ബിനു, ഇത് സംവിധാനം ചെയ്ത മാർത്തി, ഇവരെല്ലാം പക്ഷെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി നിലനിർത്തുന്നെന്ന് തോന്നുന്നു. എനിവേസ്, താങ്ക് യു ഫോർ ദിസ് ഈവനിങ്. താങ്ക് യു എവ്രിബഡി.